പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഗാസയിൽ 2 വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. വടക്കൻ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസ് കമാൻഡർ സിം മഹ്മൂദ് യൂസഫ് അബു അൽഖിർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട്. ഗാസ സിറ്റി ഇസ്രായേൽ സേന പൂർണ്ണമായി വളഞ്ഞു. KP അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇതിൻ്റെ സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നു. ഇത് തീർക്കുക, ഇല്ലാതാക്കുക എന്നതിലേക്കാണോ ഇപ്പോൾ പോകുന്നത്? ശ്രീജ, തീർച്ചയായും ഗാസ ഇപ്പോൾ തന്നെ ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്രമേൽ ദയനീയമായ കാഴ്ചകൾ ആണ് ഗാസയിൽ നിന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പല ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അങ്ങനെ അംഗഭംഗം സംഭവിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയും ആക്രമണം കടുക്കുക തന്നെ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇസ്രായേൽ ഗാസയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള അന്ത്യശാസനത്തിൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ കരയാക്രമണവും ഒരുപോലെ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഒരു പക്ഷേ നാളെ രാവിലെ ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം എന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിലേക്ക് ഗാസയെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ എന്നതാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുമുള്ള ഒരാക്രമണം ഇനിയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. ആ ആക്രമണം ഗാസയെ തരിപ്പണമാക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കാരണം അന്താരാഷ്ട്ര ഇടപെടലുകൾ ഒന്നും തന്നെ ഫലം കാണുന്നില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ ആക്രമണത്തിന് ഊർജം പകരുന്ന സമീപനമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി അമേരിക്ക $6.4 ബില്യൺ ആയുധ ഇടപാടിന് വേണ്ടി അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി തേടിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. അതിനിടെ എടുത്തു പറയേണ്ടത് ട്രംപിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ശബ്ദവും ഇപ്പോൾ ശക്തമാകുന്നു എന്നതും വസ്തുതയാണ്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളുണ്ട്. അത് ഇസ്രായേൽ അതിർത്തികളിൽ ആണ്. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനത തന്നെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതും ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം മുഖവിലേക്ക് എടുക്കുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത നിലപാടിൽ തന്നെയാണ്. അതായത് അവസാന ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയതിനു ശേഷം മാത്രമേ ഈ ദൗത്യം അവസാനിപ്പിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അതിനിടെ ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ ചില ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ എന്നുള്ളതാണ്. അത് പക്ഷേ സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചയല്ല, മറിച്ച് യുദ്ധത്തിന് ശേഷമുള്ള ആ ഗാസയെ ആര് നിയന്ത്രിക്കും, ആര് ഭരിക്കും, എങ്ങനെയാണ് ഗാസയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ആണ് ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് പ്രധാനമായും ഈ ഗാസ ഏതാണ്ട് ഹമാസിൻ്റെ അല്ലെങ്കിൽ പലസ്തീൻ്റെ നിയന്ത്രണം എന്നത് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലാണ് അതിപ്പോൾ ആധിപത്യം പുലർത്തുന്നത്. അതേസമയം ഇസ്രായേൽ ഏറ്റെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ട് പലസ്തീന് തന്നെ ഗാസയെ നൽകുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഏർപ്പെടുത്തുക. അപ്പോൾ അവിടെ ഒരു ഇടക്കാല ഭരണ സംവിധാനം വേണം. അത് അങ്ങേയറ്റം ദുഷ്കരമാകുന്ന ഒന്നാണ്. നമുക്ക് വളരെ കൃത്യമായി പറയേണ്ടത് ഗാസ എന്നത് ഇന്നൊരു തരിപ്പണമാക്കപ്പെട്ട പ്രദേശം. അതായത് മുഴുവൻ കെട്ടിടങ്ങളും തകർന്നു വീഴുന്ന സാഹചര്യം. ഏതാണ്ട് 90% കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതിൽ ആശുപത്രി കെട്ടിടങ്ങൾ കൂടി കടന്നു വരുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമാകുന്ന സാഹചര്യം. ഇപ്പോൾ ഈ ഗാസയിൽ ദുരിതം അനുഭവിക്കുന്ന ജനത, അതും എടുത്തു പറയേണ്ടത് ഗാസയുടെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% യുവാക്കൾ ആണ്. 18 വയസ്സ് പ്രായമൊക്കെ വരുന്ന യുവാക്കളാണ്. 40% മുകളിൽ 14 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ്. അപ്പോൾ എവിടെ ആക്രമണം നടത്തിയാലും യുവാക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ആ ആക്രമണത്തിന് ഇരകളാക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കുന്നത് ജിനോസൈഡ് അല്ലെങ്കിൽ ഒരു വംശഹത്യയാണ് എന്ന് UN നിയോഗിച്ച ഏജൻസി കൂടി അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. ഗാസ ഇല്ലാതാവുക എന്നത് തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ നീക്കങ്ങളിലൂടെയൊക്കെ വ്യക്തമാവുന്നുമുണ്ട്.